സോ നമുക്കിനി കമ്പോണൻസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം. പുതിയൊരു മെത്തേഡാണ്, ലറാവൽ 8 മുതലാണ് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് കമ്പോണൻസ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഓക്കെ, അതിനു മുമ്പ് കഴിഞ്ഞ വീട്ടിൽ വിട്ട ഒരു ചെറിയ കാര്യമുണ്ട്, അത് പറയാം. അതായത് നമുക്ക് ലേഔട്ടിൽ തന്നെ ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ ഹെഡർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഹോമിലിട്ട്. പക്ഷേ എനിക്ക് ഹോം പേജിൽ മാത്രം സെപ്പറേറ്റ് വേറൊരു ടൈപ്പ് ഹെഡർ വേണം. ലൈക്ക് ഇപ്പോൾ ഞാൻ ഈ ഹെഡറിൻ്റെ സാധനം തന്നെ കോപ്പി ചെയ്യട്ടെ. എന്നിട്ട് ഞാനിവിടെ ഹോമിൻ്റെ കണ്ടൻറ്റിൽ കൊണ്ടുവന്നിട്ടു. ഓക്കെ, എനിക്ക് വേറെ ഒരു ബ്ലാക്ക് കളറുള്ള വേണം ഹെഡർ. ഇപ്പോൾ ഈ ഹെഡർ ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ എവിടെ വരുന്നത്, പക്ഷേ എനിക്ക് ഹോം പേജിൽ വേറെ ഹെഡർ, ഹോം പേജിൽ വേറൊരു ഹെഡർ വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനെ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറിയോ, ഈ ലേഔട്ടിൽ തന്നെ ഇതാണുള്ള ഹെഡറിൻ്റെ സെക്ഷൻ. ഇവിടെ നമുക്ക് അറ്റ് സെക്ഷൻ ഹെഡർ എന്ന് കൊടുത്തിട്ട് അറ്റ് ഇൻക്ലൂഡ് എന്നിട്ട് നമ്മൾ ആ ഹെഡർ കൊടുക്കുക, എന്നിട്ട് അറ്റ് ഷോ എന്ന് കൊടുക്കുക. ഇങ്ങനെ ചെയ്താലുള്ള മെച്ചം എന്താ വെച്ചാൽ ഈ ലേഔട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹെഡർ പറഞ്ഞ സെക്ഷന് ഓൾക്ക് ഓവർ റൈഡ് ചെയ്തിട്ട് ഓല ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതാ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു അറ്റ് സെക്ഷൻ ഹെഡർ എന്നിട്ട് നമ്മൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ഹെഡർ ഇൻക്ലൂഡ് ചെയ്തു, എന്നിട്ട് അറ്റ് എൻഡ് സെക്ഷന് പകരം ഷോ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഹോമിൽ പോയിട്ട് ഇവിടെ അറ്റ് സെക്ഷൻ ഹെഡറിൻ്റെ ഉള്ളിൽ എൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എൻഡ് സെക്ഷൻ ക്യാപിറ്റലുള്ള സ്മോള്, എന്നിട്ട് ഞാൻ നമ്മളെ കസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ടുള്ള സാധനം അവിടെ കൊണ്ടുപോയി കൊടുത്ത്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ, ഹോം പേജിൽ നമ്മളെ ഹോം പേജിൽ മാത്രമായിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള സാധനം വന്ന് കണ്ടോ. അപ്പോൾ നമുക്ക് ലേഔട്ട് ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. ഐ മീൻ ലേഔട്ടിലുള്ള ചില സാധനങ്ങൾ ഓവർ റൈഡ് ചെയ്തിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഹെഡറിൽ തന്നെ അറ്റ് സെക്ഷൻ ഹെഡർ അറ്റ് ഷോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഞാനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എബോട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എബോട്ടിൽ ഞാൻ ഹെഡർ കൊടുത്തിട്ടില്ല സെക്ഷന്, അതുകൊണ്ട് ഡിഫോൾട്ടായിട്ടുള്ള ഹെഡർ എടുത്തു. പക്ഷേ ഇതിൽ ഞാൻ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട് എന്ത്, ഈ ഹെഡർ യൂസ് ചെയ്യുക ഹെഡറിൻ്റെ എടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് വേറെ കേസ് വരികയാണെന്ന് കരുതുക, അതായത് ഹോമത്തെ ഹെഡർ വേണം, അതിൻ്റെ അടിയിൽ എനിക്ക് നമ്മളെ ഹെഡർ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ് പാരൻ്റ് എന്ന് കൂടി കൊടുത്ത് കഴിഞ്ഞാൽ ഹോമത്തെ ഹെഡർ പ്ലസ് നമ്മളെ ഐ മീൻ ഹോമത്തെ ഹെഡർ അല്ല ലേഔട്ടത്തെ ഹെഡർ. ഓക്കെ, നമുക്ക് സിറ്റുവേഷൻ ലേഔട്ടിലുള്ള ഡിഫോൾട്ട് ഹെഡറും വേണം, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഹോമത്തെ ഹെഡറും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ് പാരൻ്റ് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ളത് അവിടെ വരും, അതിൻ്റെ അടിയിൽ മറ്റേത് വരും. ഓക്കെ, ഇതേമാതിരി. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ നമ്മൾ ഫോർ മനസ്സിലാക്കി വെക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പോണൻസിലോട്ട് പോവാം. കമ്പോണൻസിലോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെയിം സാധനം തന്നെ നമുക്ക് കമ്പോണൻ്റാക്കി മാറ്റാം. ലൈക്ക് കമ്പോണൻസിൻ്റെ സാധാരണ കമ്പോണൻസിൻ്റെ ഫോൾഡറിലേക്കാണ് എല്ലാം പോലെ കമ്പോണൻസ്. അതിൻ്റെ ഉള്ളിൽ ലേഔട്ട് ഡോട്ട് ബ്ലേഡ് ഡോട്ട് PHP. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഈ സാധനം ഐ മീൻ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. ഈ വ്യൂസ് ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് വ്യൂസ് ഓൾഡ് എന്ന് കൊടുത്ത് പഴയതെന്നുള്ളത് ഇനി നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാം. പഴയത് അവിടെ നോട്ടെ, നമുക്ക് ആവശ്യമായിട്ട് എടുക്കാമല്ലോ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും അടക്കട്ടെ, പാർഷ്യൽസ് അടക്കട്ടെ, നമ്മൾ മാറ്റും. കമ്പോണൻസ് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ ലേഔട്ട് ഡോട്ട് ബ്ലേഡ് ഡോട്ട് PHP. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ലേഔട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലോട്ട് മാറ്റി. ഈ ലേഔട്ട്സ് നമുക്ക് വേണ്ട ഫോൾഡർ. അതേപോലെ ഈ ഹെഡർ ഉണ്ടല്ലോ, ഈ ഹെഡറും ഇതിങ്ങനെ മാറ്റുകയാണ്. ഓക്കെ, പാർഷ്യൽസ് വേണ്ട, ഒക്കെ കമ്പോണൻ്റ് ആക്കണം നമ്മൾ. എവരിത്തിങ് ഈസ് കമ്പോണൻ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ലേഔട്ട് സെറ്റ് ചെയ്യാം. ലേഔട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈൽഡ് ടൈറ്റിൽ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക കഴിഞ്ഞാൽ ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കും, ഒരു വേരിയബിൾ ടൈറ്റിൽ. അതിന് ശേഷം ഇൻക്ലൂഡ് ഉള്ളതിന് പകരം ഞാൻ എന്ത് വെച്ചാൽ ഹെഡർ കമ്പോണൻ്റ് ഇവിടെ എക്സ് ഹെഡർ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യും. എക്സ് ഹെഡർ അത് കമ്പോണൻസ് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിലുള്ള ഹെഡർ പറഞ്ഞ ഫയൽ, അതാണ് ഇതിൻ്റെ അർത്ഥം, എക്സ് ഹെഡർ. ഓക്കെ, എക്സ് ഹെഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡർ വന്ന് ഇനി ഇതിപ്പോൾ സംഭവം ഹെഡറിൻ്റെ കമ്പോണൻറ്റ് ജസ്റ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന മാതിരി
ഓക്കെ. പിന്നെ ഇവിടുത്തെ ഈൽഡ് കണ്ടൻറ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സ്ലോട്ട് എന്ന് കൊടുക്കും. സ്ലോട്ട് എന്ന് കൊടുക്കും. അതിന് ശേഷം ഈ ഹോമിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ കളയാം. എന്നിട്ട് ഈ ഹോമിൽ നമ്മൾ എക്സ് ലേഔട്ട് പറഞ്ഞിട്ടുള്ള ലേഔട്ടാണല്ലോ നമ്മൾ കമ്പോണൻസിനുള്ളിൽ ലേഔട്ട് പറഞ്ഞിട്ടുള്ള കമ്പോണൻറ്റ്. എന്നിട്ട് അത് തുറക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കണം എന്തൊക്കെ സാധനം കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നോ അതൊക്കെയാണ് ഈ സ്ലോട്ടിൽ വന്ന് കയറി കിടക്കുക. ഈ സ്ലോട്ട് എന്ന സെക്ഷനിൽ വരിക. അതായത് ഇങ്ങനെ എക്സ് ലേഔട്ട് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് എന്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആ സ്ലോട്ടിൻ്റെ ഉള്ളിൽ ചാടും അത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഹോം പേജ്. ഓക്കെ, സ്ലോട്ടിൻ്റെ ഉള്ളിൽ ചാടും. ഓക്കെ, ഇനി ഞാൻ ഹോം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അൺഡിഫൈൻഡ് വേരിയബിൾ ടൈറ്റിൽ എന്ന് കാണിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലേഔട്ടിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ കൂടി കൊടുക്കണം. ഓക്കെ, നമുക്ക് 2 ഓപ്ഷനുള്ളത്. ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കുക. ഒബ്വിയസ്ലി നമ്മളിവിടെ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ടൈറ്റിൽ എന്നുള്ള വേരിയബിൾക്ക് എങ്ങനെ വാല്യൂ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലോട്ട് എവിടെ വരിക പറഞ്ഞു. സ്ലോട്ട് ഡിഫോൾട്ടായിട്ട് ആ ലേഔട്ട് ആ കമ്പോണൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു അതാണ് സ്ലോട്ടിലോട്ട് പോവുക. ടൈറ്റിൽ എങ്ങനെ കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സ് സ്ലോട്ട് എന്ന് കൊടുത്തിട്ട് ഏതാണ് വേരിയബിളിൻ്റെ പേര്, ആ വേരിയബിളിൻ്റെ പേര് ഇവിടെ നെയിം പറഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ പേര് കൊടുക്കും, ഹോം പേജ്. അപ്പോൾ അത് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി അതല്ല ഇപ്പോൾ ഞാൻ ടൈറ്റിൽ കൊടുക്കണില്ല, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഡിഫാൾട്ടായിട്ട് ടൈറ്റിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫാൾട്ടായിട്ട് ലറാവൽ എന്നുള്ള പേരും കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എററുമില്ല. ഓക്കെ, ലറാവൽ എന്ന് വന്നു. ഇനിയിപ്പോൾ ഞാൻ ഇത് അൺകമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അത് ഹോം പേജായി. കണ്ടോ പേര് ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് കമ്പോണൻസിൻ്റെ പരിപാടി. ഓക്കെ, കമ്പോണൻസിൻ്റെ പരിപാടി ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ എബോട്ടിൽ ഇതേമാതിരി ആക്കുക. എബോട്ടിൽ ഇവിടെ എബോട്ട് ഇതാണ് കുറച്ചും കൂടി നല്ല പുതിയ മോഡേൺ വേ എന്ന് പറയുന്നത് എബോട്ട് പേജ്. ഓക്കെ, ഇതിന് ഒരുപാട് ഈ ഒരു കമ്പോണൻസ് സാധനം വന്നുകൊണ്ട് നമുക്ക് ലറാവലിൽ അടിമുടി കുറേ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഈ കമ്പോണൻസിന് ഓൺ ടോപ്പിൽ ലൈവ് വെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കമ്പോണൻസ് അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യം നല്ലതായതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പോണൻസ് എന്ന സംഭവം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ കമ്പോണൻസിൽ തന്നെ നമ്മൾ പേര് കൊടുക്കുന്നുണ്ട് എക്സ് ഹെഡർ എന്നാണ്. ഇപ്പോൾ ഈ കമ്പോണൻസിൽ ഞാനൊരു കോമൺ എന്നിട്ട് ഹെഡർ ഇതിക്ക് മാറ്റിയെന്നുണ്ടെങ്കിൽ കമ്പോണൻസ് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിൽ കോമണിലാണ്. അപ്പോൾ നമ്മളിവിടെ കോമൺ ഡോട്ടറിന് കൊടുക്കേണ്ടി വരും ഹെഡറിന്. ഓക്കെ, കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക, ഹെഡർ ഇല്ല പറയും കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ കമ്പോണൻസ് എപ്പോഴും തപ്പുക കമ്പോണൻസ് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, കമ്പോണൻസ് എപ്പോഴും ഒന്ന് സെർച്ച് ചെയ്യുക ഈ കമ്പോണൻസ് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് കമ്പോണൻസിൽ കോമൺ ഡോട്ട് ഹെഡർ എടുത്ത് വിളിച്ച്. ഓക്കെ, അപ്പോൾ ഇത് പുറത്ത് കണ്ടിട്ടുണ്ട് ഞാൻ, അതിൻ്റെ ആവശ്യമില്ല. ഫോൾഡറിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവുമെന്ന് കാണിച്ചിട്ട് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ബ്ലേഡിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ നോക്കാം. അപ്പോൾ ബ്ലേഡിൽ ഈഫൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ അറ്റ് ഈഫ് എൻഡ് ഈഫ് ഇങ്ങനെ ഇടാം. ഇപ്പോൾ ഞാൻ ഹോമിൽ നമുക്ക് ഈ പരിപാടികൾ ചെയ്ത് നോക്കാം. ഹോമിൽ ഞാൻ ഈ സാധനം കോപ്പി ചെയ്ത് ഡോക്യുമെൻറ്റേഷൻ എടുത്തിട്ട് ഓക്കെ, ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ്സ് പറഞ്ഞൊരു വേരിയബിൾ. അപ്പോൾ ഈ റെക്കോർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോം എടുക്കുമ്പോൾ കാണാൻ പറ്റും കൗണ്ട് ഓഫ് ആർഗ്യുമെൻറ്റ് കോളം ടൈപ്പ് ആരെ എന്നുള്ളത്. അതായത് റെക്കോർഡ്സ് പറഞ്ഞ വേരിയബിൾ ഇല്ല, വേരിയബിൾ വേണ്ട. അപ്പോൾ നമുക്ക് വേരിയബിളൊക്കെ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അറ്റ് PHP പറഞ്ഞിട്ട് PHP കോഡ് എഴുതാൻ പറ്റും. അതായത് നമുക്ക് ഈ HTML അടിയിൽ PHP കോഡ് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അറ്റ് PHP പറഞ്ഞിട്ട് PHPൻ്റെ കോഡ് എഴുതാം. ഇതൊരു PHP കോഡാണ്. അതായത് PHP കോഡിൽ നമ്മൾ വേരിയബിൾ ഒക്കെ ഡോളർ സിമ്പിൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്ത് വേരിയബിൾ ഉണ്ടെങ്കിലും ഡോളർ സിമ്പിൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക വേരിയബിൾസ്. ഓക്കെ, അതിനുള്ള ആരെ 1 2 3 4 5 പറഞ്ഞിട്ട് ഓക്കെ ഒരു PHP. ഇപ്പോൾ ഇവിടെ ഞാനൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ആ വേരിയബിൾ ഇവിടെ ഉണ്ടാവും. അതിൻ്റെ ഉള്ള ഐറ്റംസിൻ്റെ കൗണ്ട് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന്. അത് 1 ആണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് 1 റെക്കോർഡ്, 1ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് മൾട്ടിപ്പിൾ റെക്കോർഡ് എന്നവിടെ വരും. ഓക്കെ, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി റെക്കോർഡ് എന്ന് വരും. അപ്പോൾ ഐ ഹാവ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് എന്നാണ്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഒറ്റ ഐറ്റാക്കാണ് ഐ ഹാവ് 1 റെക്കോർഡ്, ഇതിലൊന്നുമില്ല
ഐ ഡോണ്ട് ഹാവ് എനി റെക്കോർഡ്. ഓക്കെ, അപ്പോൾ ഈഫ് ഇടൽ ഇങ്ങനെയാണ്. ഇനി നമുക്കൊരു ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ് ഇവിടെ ഇടാം. ഓക്കെ, ഫ്രൂട്ട്സിൻ്റെ അര ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് ഫോർ ഈച്ച് ഇടാം ഇവിടെ. അറ്റ് ഫോർ ഈച്ച് ഫ്രൂട്ട്സ് ആസ് ഫ്രൂട്ട്. ഈ ഫ്രൂട്ട്സ് എന്നിട്ടുള്ള അരേനെ ഫ്രൂട്ട്സ് എന്നിട്ടുള്ള ഈ അരയിലുള്ള ഓരോ എലമെൻ്റ് എടുത്തിട്ട് ഫ്രൂട്ട് പറഞ്ഞ വേരിയബിളിലോട്ട് കൊടുക്കും. എന്നിട്ട് ആ ഫ്രൂട്ട് പറഞ്ഞ വേരിയബിൾ ഒരു പി ടാഗ് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആപ്പിൾ വരും. ഫസ്റ്റ് ഈ ലിസ്റ്റിലെ ആപ്പിൾ വരും. ആ ആപ്പിൾ ആയിരിക്കും ഈ ഫ്രൂട്ട് പറഞ്ഞ വേരിയബിളിൽ വരിക. അത് നമ്മൾ പി ടാഗ് ആക്കി മാറ്റി. രണ്ടാമത് ബനാന വരും. ബനാന ആയിരിക്കും ഈ ഫ്രൂട്ട് പറഞ്ഞ വേരിയബിളിൽ വരിക. പിന്നെ അതിന് പി ടാഗ് ആക്കി. അങ്ങനെ ലാസ്റ്റ് വാട്ടർമെലോൺ വരും. ആ വാട്ടർമെലോണിനെ ഫ്രൂട്ട് എന്നുള്ള വേരിയബിളിലോട്ട് സെറ്റ് ചെയ്ത ശേഷം അതിന് നമ്മൾ പി ടാഗ് ആക്കി മാറ്റി. പിന്നെ അതിലൊന്നുമില്ല, അതുകൊണ്ട് ഈ ഫോർ ലൂപ്പ് എൻഡ് ആവും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ആപ്പിൾ വരാനെല്ലാം വന്ന്. ഇതിനാണെങ്കിൽ സ്റ്റൈലിംഗ് ഒക്കെ കൊടുക്കാൻ നമുക്ക് വേണമെങ്കിൽ ക്ലാസ് ടെക്സ്റ്റ് എക്സൽ പാഡിങ് 3 BG 500 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്കൊരു മാർജിൻ ബോട്ടം 2, പിന്നെ ടെക്സ്റ്റ് വൈറ്റ് ഒക്കെ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് റൗണ്ടഡ് കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഞാൻ എന്ത് ചെയ്യാണ്, എക്സ്ട്രാക്ട് ചെയ്ത് കമ്പോണൻ്റ് ആക്കുകയാണ്. എന്ത് ഫ്രൂട്ട് കാർഡ് അങ്ങനെ എന്തെങ്കിലും പേരെടുത്തിട്ട് ഫ്രൂട്ട് കാർഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് കാർഡ് .blade.php. ഓക്കെ, കൊടുത്ത് അതിന് ശേഷം ഇവിടെ ഞാൻ സ്ലോട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് സ്ലോട്ട്. ഓക്കെ, ഇവിടെ സ്ലോട്ട് കൊടുക്കുക. അതായത് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള വാല്യൂ സ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഞാൻ പറഞ്ഞു. സ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചിട്ടാ. ഇനി ഞാൻ ആ കമ്പോണൻ്റ് ഇവിടെ എക്സ് ഫ്രൂട്ട് കാർഡ് ഒക്കെ നമുക്ക് ഡാഷ് കൊടുക്കാം. അങ്ങനെ ഇതാണ് കൺവെൻഷൻ തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുത്താലും വർക്ക് ചെയ്യും കേട്ടോ, പക്ഷേ കൺവെൻഷൻ എപ്പോഴും ഫോളോ ചെയ്യാം. ഓക്കെ, ഫ്രൂട്ട് ഡാഷ് കാർഡ്. അപ്പോൾ ഞാനിവിടെ എക്സ് ഫ്രൂട്ട് കാർഡ് എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യുക, എനിക്ക് ആ ഈ ഫ്രൂട്ടാണ് വേരിയബിളിൽ പാസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂ ആണ് ഇതിൻ്റെ ഉള്ളിൽ വരിക, ഈ സ്ലോട്ടിൻ്റെ ഉള്ളിൽ വരിക. അതായത് ഒരു കമ്പോണൻറ്റിൻ്റെ തുറന്നിട്ട് അത് ക്ലോസ് ചെയ്യുമല്ലോ, അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും അതാണ് ഇതിൻ്റെ ഉള്ളിൽ വരിക, ഈ സ്ലോട്ട് പറഞ്ഞുള്ള വേരിയബിളിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നമ്മുടെ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. 900. ഓക്കെ, സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതേമാതിരി വേണമെങ്കിൽ നമുക്ക് വേറെ സംഭവം ചെയ്യാൻ പറ്റും. ഫ്രൂട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഫ്രൂട്ട് പറഞ്ഞ വേരിയബിളിലോട്ട് ഇവിടെ ഉള്ള ഈ ഫ്രൂട്ട് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോഴും സാധനം വർക്ക് ചെയ്യും. അതായത് ഇവിടെ ഫ്രൂട്ട് കാർഡിൽ ഈ ഫ്രൂട്ട് പറഞ്ഞ വേരിയബിളിലോട്ട് നമുക്ക് വാല്യൂ ആവശ്യം. നമ്മൾ റിയാക്റ്റിലൊക്കെ ആണെങ്കിൽ പ്രോപ്സ് വഴി ഡാറ്റ പാസ് ചെയ്യുന്ന മാതിരി ഇവിടെ ഫ്രൂട്ട് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിലോട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്യാം. ഫ്രൂട്ട് ഈസിക്കൽ ടു ഈ $ഫ്രൂട്ട് പറയണത് ഈ സാധനമാണ്, ഈ വേരിയബിളിൻ്റെ വാല്യൂ എടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇത് രണ്ട് സെയിം നെയിമാണല്ലോ. സെയിം നെയിം ആണെങ്കിൽ നമുക്ക് ഷോർട്ട് ഹാൻഡ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഫ്രൂട്ട് എന്ന് ഇങ്ങനെ കൊടുക്കാൻ പറ്റും, സെയിം നെയിമാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, മിനിറ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളിവിടെ $സിമ്പിൾ കൂടി കൊടുക്കണം. അതായത് സെയിം നെയിം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫ്രൂട്ട് കാർഡിലെ ഫ്രൂട്ട് ഇതും വേരിയബിളിൻ്റെ സെയിം നെയിമാണ്, അപ്പോൾ ഇതിൻ്റെ വേരിയബിൾ സെയിം നെയിമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ഹാൻഡ് ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഫ്രൂട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ കൊടുത്താൽ മതി, ഇങ്ങനെ കൊടുക്കുക. ഫ്രൂട്ട് ഈക്വൽ ടു ഫ്രൂട്ട് സെയിം നെയിം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോഴും വരും. ഓക്കെ, അപ്പോൾ അതാണ് കമ്പോണൻസിൻ്റെ ഒരു ബേസിക്സ്. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ബേസിക്സ് അത്ര മതി, ബാക്കി നമുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ പഠിച്ച് പോകാം. ഓക്കെ, കുറേ ഉണ്ട് പഠിക്കാനാണെങ്കിൽ കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്ത് ഇങ്ങനെ പഠിക്കാം ഇനി ബാക്കി. ഓക്കെ, ഈ ഫോർ ഈച്ചും ഈഫും ഒക്കെ നമ്മളിങ്ങനെ ചെയ്ത് പഠിക്കുക. അതാ ഫോർ ഈച്ച് ഈഫൊക്കെ ബേസിക് പ്രോഗ്രാം എല്ലാവർക്കും അറിയാം. ജസ്റ്റ് സിൻടാക്സ് കൂടെ മാറുന്നുള്ളൂ. അതൊക്കെ അപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ.